ഇന്നിവിടെ നടക്കാൻ പോകുന്ന ഈ വർഷത്തെ 2026 ആറാമത്തെ വർഷത്തെ ആദ്യത്തെ വാക്കുകൾ ഞാൻ ഏതൊരു നല്ല കാര്യം നടക്കുമ്പോൾ ഈശ്വര പ്രാർത്ഥനയാണ്. അതിനാൽ ഈശ്വര പ്രാർത്ഥനയായി അഭിമന്യനെ ഈ വരിയോട്ട് ക്ഷണിക്കുന്നു. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധ്യർഭവതു മേ സദാ സിദ്ധ്യർഭവതു മേ സദാ. ഈശ്വര പ്രാർത്ഥന ചൊല്ലിയ അഭിമന്യൻ നന്ദി. ഇനി നമുക്ക് ഇന്നത്തെ മുഖ്യ പരിപാടിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത് റഹാനാണ്. റഹാനെ ഞാൻ ഇവരിലോട്ട് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റഹാൻ മിഞ്ച്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥ ഈശോപഥകളിൽ നിന്നെടുത്തുള്ള നല്ലൊരു ഗുണപാഠമുള്ള ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ കഥയുടെ പേര് ആടും കലുമാനും എന്നാണ്. അപ്പോൾ നമുക്ക് വേഗം കഥയിൽ കിടക്കാം. ഒരിടത്ത് ഒരു ആട് ദാഹിച്ച് ഒളിഞ്ഞു വരികയായിരുന്നു. വരുന്ന വഴിക്കാണ് കുറച്ച് വെള്ളം കിട്ടിയത്. വെള്ളം കണ്ടപ്പോൾ നമ്മുടെ ആട് കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. ആ സമയത്താണ് നമ്മുടെ കലുമാൻ വെള്ളം കുടിക്കാൻ വരുന്നത്. കലുമാൻ വെള്ളം കുടിക്കാൻ വരുന്നത് കണ്ടപ്പോൾ നമ്മുടെ ആട് അവിടെ അടുത്ത് ചെന്ന് പറഞ്ഞു, ഇവിടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആട് വെള്ളം കുടിക്കാൻ തുടങ്ങി. പക്ഷേ നമ്മുടെ കലുമാനാണെങ്കിൽ ആടിനേക്കാൾ ദാഹമുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേർക്കും ഇപ്പോൾ നമ്മുടെ കലുമാൻ ആർത്തിയോടെ വെള്ളം കുടിക്കാൻ തുടങ്ങി. രണ്ടു കൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറുമായിരുന്നില്ല. അങ്ങനെ അവസാനം രണ്ടുപേര് ഏറ്റുമുട്ടാൻ തുടങ്ങി. നമ്മുടെ കലുമാനാണെങ്കിൽ ആടിനെ ഇടിച്ചു മാറ്റുകയും ചെയ്തു. ആടിനാണെങ്കിൽ ആ നീതി സഹിക്കാൻ പറ്റിയില്ല. ആട് ഇങ്ങനെ പറഞ്ഞു, ഇവിടെ ആദ്യം വന്ന ഞാൻ വെള്ളം കുടിച്ചിരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ ആട് കലുമാനെ ആഞ്ഞൊരു ഇടി കൊടുത്തു. നമ്മുടെ കലുമാനാണെങ്കിൽ ഒരു ഭാവമില്ലാതെ നിൽക്കുന്നു. കലുമാനും തിരിച്ച് ആഞ്ഞൊരു ഇടിയും കൊടുത്തു. അങ്ങനെ രണ്ടുപേരുടെ അതിശക്തമായ ഇടിയേറ്റ് രണ്ടു കൂട്ടരും അവസരമായി. ഇടിയേറ്റ് രണ്ടു കൂട്ടരും അവസരമായി. അപ്പോ ആ സമയത്താണ് ആകാശത്തിൽ വട്ടമിട്ട ഈ കഴുകന്മാർ ഈ കാര്യം ശ്രദ്ധിച്ചത്. ആടും മാനുമുള്ള ഈ പോരാട്ടത്തിൽ ഒരാൾ മരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ കഴുകന്മാർ മരത്തിൻ്റെ ചുറ്റും വർണ്ണം കാണാൻ കാത്തിരുന്നു. അങ്ങനെ ആട് ഇടിക്കാനുള്ള ശ്രമത്തിൽ പോയപ്പോൾ നമ്മുടെ ആട് അല്പം തലപൊക്കിയപ്പോഴാണ് ആ കാര്യം ശ്രദ്ധിച്ചത്. അതെന്താന്ന് വെച്ചാൽ തൻ്റെ സ്വന്തം ഭരണ കാണാൻ കഴുകന്മാർ ഇവിടെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇടിക്കാനുള്ള ശ്രമം നിർത്തി നമ്മുടെ കലുമാനടുത്ത് സാധുസ്വരത്തിൽ പറഞ്ഞു, മതി ചങ്ങാതി, ഇനി ഇത് വേണ്ട, ഭരണാക്രമം വേണ്ട, താങ്കൾ വേണമെങ്കിൽ ഈ മൊത്ത വെള്ളം കുടിച്ചോളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ കലുമാനാണെങ്കിൽ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി. അങ്ങനെ ഈ കഥ അവസാനിക്കുകയും ചെയ്തു. ഇതിന് ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങാതെ മത്സരിച്ചാൽ നേട്ടമില്ല, പകരം നഷ്ടമാണ് ഉണ്ടാവുക. നഷ്ടത്തിൽ നിന്ന് അന്യർ മുതലെടുപ്പ് നടത്തിയത് വരും. ഇത്തരം പറയുന്ന വാക്കുകൾ എത്തുന്ന നന്ദി, നമസ്കാരം. റഹാനെ നന്ദി. ഇനി അടുത്തതായി ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത് വൈകേശാണ്. വൈകേശിനെ ഞാൻ ഈ പേരിലോട്ട് ക്ഷണിക്കുന്നു. മാന്യസദസ്സിന് വന്ദനം. എൻ്റെ പേര് വൈകേഷിയസ്. ഞാൻ 8ാം ക്ലാസ് വിദ്യാർത്ഥി. ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥ 2 ചങ്ങാതിമാരുടെയാണ്. ഒരു ഗ്രാമത്തിൽ മാധവനും മല്ലനും എന്ന 2 ഒറ്റ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. മല്ലനാകട്ടെ വളരെ ശക്തനും വീരനും
ബുദ്ധിമാനും ധൈര്യവാനും ആയിരുന്നു. എന്നാൽ മാധവനാകട്ടെ ഒരു ദുർബലവാൻ. ഒരു ദിവസം ഇരുവരും ഒരു യാത്ര പോവാനായി വിചാരിച്ചു. യാത്ര പോകേണ്ടത് ഒരു വലിയ കാട്ടിലൂടെയാണ്. അങ്ങനെ ഇരുവരും യാത്ര ആരംഭിച്ചു. അങ്ങനെ ഇവർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മാധവൻ മല്ലനോട് ചോദിച്ചു, ചങ്ങാതി, നീ ഈ കാട് കാണുന്നില്ലേ? ഭയങ്കരമായ ഈ പേടിപ്പെടുത്തുന്ന കാട് കണ്ടിട്ട് എനിക്ക് പേടിയാകുന്നു. വല്ല പുലിയോ കരടിയോ സിംഹമോ നമ്മളെ ആക്രമിക്കാനായി വന്നാൽ നമ്മൾ എന്തു ചെയ്യും? മല്ലൻ ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു, നീ എന്തിനാണ് ഭയക്കുന്നത്? ഞാനില്ലേ നിന്റെ കൂടെ. നീ കണ്ടില്ലേ എൻ്റെ ഈ ശക്തി, ബലം? നീ ഒന്നുകൊണ്ടും ഭയക്കേണ്ടതില്ല. ഇത് കേട്ട മാധവൻ മല്ലനെ ഒന്ന് കുറച്ചു സമയത്തേക്ക് ഒന്ന് നോക്കി. എന്നിട്ട് മനസ്സിൽ പറഞ്ഞു, ശരിയാ, ഇവനൊരു ശക്തൻ തന്നെ. ഇവന്റെ ശരീരം കണ്ടാൽ തന്നെ അറിയാം ഇവനൊരു ബലശാലി. അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഇവർ പിന്നെയും നടന്നു തുടങ്ങി. അങ്ങനെ പെട്ടെന്ന് മാധവന്റെ മനസ്സിൽ പിന്നെ ഒരു കാര്യം കൂടി മനസ്സിൽ വന്നു. അത് മല്ലന്റെ അടുത്ത് പറഞ്ഞു, ചങ്ങാതി, പുലിയോ കരടിയോ നമ്മളെ ആക്രമിക്കാനായി വന്നാൽ നമ്മുടെ കയ്യിൽ ഒരു രീതിയിലുമുള്ള ആയുധങ്ങളോ ഒന്നും തന്നെ ഇല്ല. മല്ലൻ ഒരു അഹങ്കാരത്തോടെ പറഞ്ഞു, നീ എന്തിനാണ് ഭയക്കുന്നത്? അവർ വരണമെങ്കിൽ വരട്ടെ. എൻ്റെ ഈ കൈ കൊണ്ട് ഞാൻ അവരെ ഇടിച്ച് കൊല്ലും. അങ്ങനെ പറഞ്ഞ് അവർ നടന്ന് കുറച്ചു ദൂരം എത്തിയപ്പോൾ പെട്ടെന്ന് മാധവൻ വലിയൊരു ശബ്ദം കേട്ടു. മാധവൻ ശബ്ദം കേട്ടത് ഒരു പുല്ലിന്റെ ഇടയിൽ നിന്നായിരുന്നു. മാധവൻ അവിടേക്ക് നോക്കിയപ്പോൾ അതാ ഒരു ഭീകരനായ ഒരു കരടി അവിടെ. മാധവൻ പേടിച്ച് മല്ലന്റെ അടുത്ത് പറഞ്ഞു, ചങ്ങാതി, അതാ ഒരു ഭീകരനായ കരടി. മല്ലനാകട്ടെ കേട്ട മതി കേൾക്കാതെ മതി അവിടെ നിന്ന് ഓടി അതാ ഒരു വലിയ മരത്തിന്റെ മുകളിൽ കയറിയിരുന്നു. പെട്ടെന്ന് മാധവനൊന്ന് നോക്കിയപ്പോൾ മല്ലൻ അതാ മരത്തിന്റെ മുകളിൽ. മാധവന് എന്ത് ചെയ്യേണ്ടത് അറിയാതെ വളരെ ഭയപ്പെട്ട് മാധവന്റെ മനസ്സിൽ പെട്ടെന്നൊരു കാര്യം തോന്നി. മാധവൻ ബലവാനല്ലെങ്കിലും അവന് കുറച്ച് കുരുട്ടുബുദ്ധികളൊക്കെ അറിയാം. അവന് എവിടെയോ കേട്ടിട്ടുണ്ട്, കരടികൾ ഒരിക്കലും ചത്ത മൃഗങ്ങളെ, ജീവനുള്ളവരെ ഒരിക്കലും ഭക്ഷിക്കില്ല. അങ്ങനെ മാധവൻ ശ്വാസം അടക്കി പിടിച്ച് നിലത്ത് ഒരു മരിച്ച നിലയിൽ കിടന്നു. കരടി അവന്റെ അരികിലേക്ക് വന്നു. അവന് ചുറ്റുമൊന്ന് മണത്തു നോക്കി. ചത്തതാണെന്ന് മനസ്സിലാക്കി കരടി അവിടെ നിന്ന് പോയത് കണ്ട് ഈ മല്ലൻ മരത്തിൽ നിന്ന് ഇറങ്ങി വന്നു. മാധവൻ അവനെ നോക്കി കളിയാക്കി ഒന്ന് ചിരിച്ചു. നീയോ ഒരു ബലവാൻ. അങ്ങനെ മല്ലൻ തമാശയ്ക്കായി മാധവന്റെ അടുത്ത് ചോദിച്ചു, കരടി നിന്റെ ചെവിയിൽ എന്താണ് പറഞ്ഞത്? മാധവൻ അവന്റെ അടുത്തും തമാശയ്ക്കായി പറഞ്ഞു, നമ്മൾ ഒരിക്കലും ആപത്തിൽ ഉപേക്ഷിക്കുന്ന സുഹൃത്തുക്കളോട് ഒരിക്കലും നമ്മൾ കൂട്ടുകൂടാൻ ചെയ്യരുത്. ഇത്രയാണ് ഈ കഥയിൽ പറയുന്നത്. ഇതിന്റെ ഗുണപാഠം ഈ കഥയിൽ തന്നെയുണ്ട്. ഒരിക്കലും ആപത്തിൽ നിന്ന് ഉപേക്ഷിക്കുന്ന കൂട്ടുകാരോട് നമ്മൾ ഒരിക്കലും കൂട്ടുകൂടുതൽ, പക്ഷേ നമ്മൾ ഒരിക്കലും അവരോട് ഇക്കാര്യം ചെയ്യരുത്. രണ്ടാമത്തെ ഗുണപാഠം എന്തെന്ന് വെച്ചാൽ സ്വയം നമുക്ക് വളരെ ശക്തിയുണ്ടെന്ന് കരുതി നമ്മൾ ഒരിക്കലും അഹങ്കാരം കാണിക്കരുത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വൈകേശൻ നന്ദി. അടുത്തതായി ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത് പ്രത്യുഷ് മനുവാണ്. പ്രത്യുഷ് മനുവിനെ ഞാൻ ഇവരിലോട്ട് ക്ഷണിക്കുന്നു. മാനസരത്തിന് വന്ദനം. എൻ്റെ പേര് പ്രത്യുഷ് മനു. ഞാൻ 7ാം ക്ലാസ് വിദ്യാർത്ഥി. ഇന്നത്തെ എൻ്റെ കർത്തവ്യം എന്തെന്ന് വെച്ചാൽ ഒരു കഥയും അതിലെ ഗുണപാഠവും പറയുക എന്നാണ്. കഥയുടെ പേര് കർഷകനും മൂക്കനും. ഒരിടത്ത് ഹരി എന്നു പേരുള്ള ഒരു കർഷകനുണ്ടായിരുന്നു. അവൻ കഠിനാധ്വാനിയും വിശ്വസിക്കാൻ കൊള്ളാവുന്നവനുമായിരുന്നു. ഹരി തൻ്റെ കൃഷിയിടത്തിൽ നന്നായി പണിയെടുക്കുമായിരുന്നു.
ഹരിയുടെ മകനാണ് കേശവ്. കേശവ് തന്റെ അച്ഛനെ കൃഷിയിൽ സഹായിക്കുമായിരുന്നു. ഒരു ദിവസം ഹരി തന്റെ കൃഷിയിടത്തിൽ നിലമുഴുകയായിരുന്നു. നിലമുഴുന്നതിന് തടസ്സമായി നിന്ന ഒരു ചിതൽപ്പുറ്റ് തട്ടിക്കളയാമെന്ന് വിചാരിച്ച് അത് തട്ടിക്കളയാൻ തുടങ്ങി. അത് തട്ടിക്കളഞ്ഞ് തീരാറായപ്പോൾ അതിനകത്തു നിന്നും ഒരു മൂർഖൻ പാമ്പ് വെളിയിലേക്ക് വന്നു. അപ്പോൾ ഹരി ആദരപൂർവ്വം മുട്ടുകുത്തിയിരുന്ന് ആ പാമ്പിന് ഒരു പാത്രത്തിൽ പാൽ വെച്ച് കൊടുത്ത് തന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. പിറ്റേ ദിവസം ഹരി വന്ന് നോക്കിയപ്പോൾ ആ പാത്രത്തിൽ ഒരു സ്വർണ്ണ നാണയം കിടക്കുന്നതാണ് കണ്ടത്. ഹരി അത് നന്ദിപൂർവ്വം എടുത്തുകൊണ്ട് തന്റെ വീട്ടിലേക്ക് പോയി. ഇങ്ങനെ എല്ലാ ദിവസവും ആ പാമ്പിന് പാൽ വെച്ച് കൊടുക്കുമായിരുന്നു. ഒരു ദിവസം ആ പാമ്പ് സ്വർണ്ണ നാണയം കൊടുക്കുമായിരുന്നു എല്ലാ ദിവസവും. ഒരു ദിവസം ഹരിക്ക് അത്യാവശ്യമായി കൃഷി ആവശ്യങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങുന്നതിന് അടുത്തുള്ള പട്ടണത്തിലേക്ക് പോകേണ്ടതായി വന്നു. അപ്പോൾ ആ പാമ്പിന് പാൽ വെച്ച് കൊടുക്കാൻ തന്റെ മകനായ കേശവനോട് പറഞ്ഞു. കേശവ് തന്റെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. എന്നിട്ട് ആ പാമ്പിന് ഒരു പാത്രത്തിൽ പാൽ വെച്ച് കൊടുത്തു. പിറ്റേ ദിവസം കേശവനും ഒരു സ്വർണ്ണ നാണയം കിട്ടി. അത് കണ്ട ചെറുപ്പക്കാരനായ കേശവ് വിചാരിച്ചു ആ പാമ്പിന്റെ വയറ്റിൽ മുഴുവൻ സ്വർണ്ണ നാണയമായിരിക്കുമെന്ന്. അതുകൊണ്ട് ആ പാമ്പിനെ കൊന്ന് ആ സ്വർണ്ണനാണയം മുഴുവൻ എടുക്കാമെന്ന് വിചാരിച്ച് ഒരു വടിയും എടുത്ത് അതിനെ കൊല്ലാനായി പോയപ്പോൾ പാമ്പ് അവനെ കടിച്ചു കൊന്നു. വീട്ടിലേക്ക് മടങ്ങിയെത്തിയ ഹരി കണ്ടത് എൻ്റെ മകൻ മരിച്ചത് അവന് അധികം ദുഃഖിതനായി. എന്നിട്ട് ആ പാമ്പിനെ തേടിപ്പോയി. പാമ്പിനെ കണ്ടതും ഹരി പറഞ്ഞു, ക്ഷമിക്കണം സുഹൃത്തെ, എൻ്റെ മകൻ ചെയ്ത തെറ്റ് തന്നെയാണ്. പഴയതുപോലെ നീ എന്നെ വിശ്വസിക്കണം. നിന്നെ ഇനി ആരും ഉപദ്രവിക്കാൻ വരില്ല. അപ്പോൾ പാമ്പ് ചീറ്റിക്കൊണ്ട് പറഞ്ഞു, നീ എന്നോട് ചെയ്ത തെറ്റ് ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ഇനി നീ എന്നെ അന്വേഷിച്ചു വരരുത് എന്ന്. എന്നിട്ട് പാമ്പ് ഇഴഞ്ഞു പോയി. ഗുണപാഠം: വിശ്വാസം ഒരിക്കലും നഷ്ടപ്പെട്ടാൽ അത് വീണ്ടെടുക്കുക പ്രയാസമാണ്. ഗുണപാഠവും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രവർത്തിക്കുന്നതിന് നന്ദി. അടുത്തതായി ഇവിടെ പ്രസംഗിക്കാൻ പോകുന്നത് അശ്വന്താണ്. അശ്വന്തിനെ ഞാൻ ഇരുവരിലോട്ട് ക്ഷണിക്കുന്നു. നമസ്തേ, എന്റെ പേര് അശ്വന്ത്. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് പരശുരാമന്റെ ശപഥം എന്നുള്ള കഥയാണ്. പരശുരാമൻ രേണുകാദേവിയുടെയും മാസി ജമദഗ്നിയുടെയും പുത്രനാണ്. പരശുരാമൻ മഹാവിഷ്ണുവിന്റെ അവതാരമായതുകൊണ്ട് ചെറുപ്പത്തെ തന്നെ ദിവ്യശക്തി ഉണ്ടായിരുന്നു. പിന്നെ രേണുകാദേവി അവരുടെ കുടിലിൽ അടുത്തുള്ള ഒരു കുളത്തിൽ കുളിക്കാൻ പോകും. കുളി കഴിഞ്ഞാൽ തന്റെ ദിവ്യശക്തി കൊണ്ട് ഒരു മൺപാത്രം ഉണ്ടാക്കും. ആ മൺപാത്രത്തിൽ വെള്ളമെടുത്ത് വീട്ടിലേക്ക് മുടങ്ങും. ഇങ്ങനെ ഒരു ദിവസം അവൾ കുളിക്കുമ്പോൾ ചിത്രരഥൻ പറഞ്ഞ ഒരു ഗന്ധർവൻ ആകാശത്തിലൂടെ പറന്നുപോയി. അവൾ അവന്റെ നിഴൽ വെള്ളത്തിൽ കണ്ടു. പിന്നെ കുറച്ചു സമയം അയാളെ കുറിച്ച് ചിന്തിച്ചു. ആ ഒറ്റ ചിന്ത കാരണം അവൾക്ക് ആ ദിവസം അവളുടെ ദിവ്യശക്തി കൊണ്ട് മൺപാത്രം ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അവൾ വീട്ടിൽ വെറും കൈയോടെയാണ് വന്നത്. യമദഗ്നി ഇത് തന്റെ ദിവ്യശക്തി കൊണ്ട് അറിഞ്ഞു. പിന്നെ ദേഷ്യത്തോടെ തന്റെ മക്കളെ വിളിച്ച് പറഞ്ഞു, ഓ മക്കളെ, തന്റെ അമ്മ ഒരു വലിയ തെറ്റ് ചെയ്തു. അതുകൊണ്ട് ശിക്ഷയായി അവളുടെ തല വെട്ടു. പക്ഷെ ആർക്കും തന്റെ സ്വയം അമ്മയുടെ തലവെട്ടാൻ ധൈര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് മല്ലനെ പരശുരാമൻ വനത്തിൽ വിറക് കൊള്ളിക്കൊണ്ട് വീട്ടിൽ വന്നു. മാസി ജമദഗ്നി പരശുരാമനെ കണ്ടപ്പോൾ പറഞ്ഞു, ഓ പരശുരാമ, തന്റെ അനുസരിക്കാത്ത അനിയന്മാരെയും അമ്മയുടെയും തലവെട്ടു. പരശുരാമൻ സമ്മതിച്ചു. പരശുരാമൻ തന്റെ പരശു എടുത്ത് രേണുകാദേവിയുടെയും തന്റെ അനിയന്മാരെയും തലവെട്ടി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ എന്താണ് പരശു? പരശുരാമന്റെ കയ്യിലുള്ള ആയുധത്തിന്റെ പേരാണ് പരശു. ഇങ്ങനെ ജമദഗ്നി പരശുരാമൻ അവരെ കൊല്ലുന്ന കണ്ടിട്ട് ഒരു വരത്തിന് ചോദിച്ചു. പരശുരാമൻ തന്റെ അമ്മേനെയും അനിയന്മാരെയും തിരിച്ചു ജീവനോടെ വേണമെന്നാണ് പരശുരാമൻ പറഞ്ഞ വരം. ജമദഗ്നി സമ്മതിച്ചു. പിന്നെ രേണുകാദേവിയും പിന്നെ ജമദഗ്നിയുടെയും ബാക്കി പുത്രന്മാരെയും തിരിച്ചു ജീവനോടെ കൊണ്ടുവന്നു. ഇങ്ങനെ ഒരു
ഒരു ദിവസം മഹാരാജാവ് കാർത്തവീര്യനും തന്റെ പടയാളികളും മഹർഷി ജമദഗ്നിയുടെ കുടിലിൽ വന്നു. മഹർഷി ജമദഗ്നി അവരെ കണ്ടപ്പോൾ ചോദിച്ചു, "ഓ മഹാരാജാവേ, നിങ്ങളെല്ലാം ഭയങ്കര ക്ഷീണിച്ചു. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കൂ. ഞാൻ ഒരു വലിയ സദ്യ നൽകാം." പക്ഷേ ഈ മഹാരാജാവ് കാർത്തിവീരൻ മഹർഷി ജമദഗ്നിയോട് ചോദിച്ചു, "ഓ മഹർഷി, ഞങ്ങൾ ഇവിടെ വന്നത് തങ്ങളോട് പറയേണ്ടതാണ്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്രയും പേർക്കും ഒരു വലിയ സദ്യ നൽകാൻ പറ്റുമോ?" മഹർഷി ജമദഗ്നി മറുപടിയായി പറഞ്ഞു, "ഓ മഹാരാജാവേ, നിങ്ങളൊന്നും അത് നോക്കണ്ട. നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കും." മഹർഷി ജമദഗ്നിക്ക് സ്വയം ഇന്ദ്രദേവൻ തന്നെ സമ്മാനമായി കൊടുത്ത കാമധേനു പറഞ്ഞ ഒരു പശു ഉണ്ടായിരുന്നു. ജമദഗ്നി കാമധേനോട് ചോദിച്ചു, "ഓ അമ്മേ, ഈ മഹാരാജാവ് കാർത്തിവീരനും അവരുടെ പടയാളികൾക്കും ഒരു വലിയ സദ്യ നൽകൂ." കാമധേനു സമ്മതിച്ചു. പിന്നെ മഹാരാജാവ് കാർത്തിവീര്യന്റെയും അവരുടെ മുമ്പിൽ ഒരു വലിയ സദ്യ നൽകി. സദ്യയിൽ കഴിച്ചു കഴിഞ്ഞ് മഹാരാജാവ് കാർത്തിവീര്യൻ മഹർഷി ജമദഗ്നിയോട് ചോദിച്ചു, "ഓ മഹർഷി, ഈ പശു എന്റെ കൊട്ടാരത്തിൽ ഉണ്ടെങ്കിൽ ഇത് ഭയങ്കരമായി ഉപയോഗപ്പെടും. അതുകൊണ്ട് ഈ പശു എനിക്ക് തരുമോ?" പക്ഷേ ജമദഗ്നി പറഞ്ഞു, "ഓ മഹാരാജാവേ, ഈ പശു സ്വയം ഇന്ദ്രദേവൻ തന്നെ എനിക്ക് സമ്മാനമായി തന്നതാ. അതുകൊണ്ട് എനിക്ക് തരാൻ പറ്റൂല." മഹാരാജാവ് കാർത്തിവീര്യൻ ഇത് കേട്ടപ്പോൾ പോയി. പിന്നെ ആ രാത്രി മഹർഷി ജമദഗ്നിയും എല്ലാവരും ഉറങ്ങിയപ്പോൾ മഹാരാജാവ് കാർത്തിവീര്യനും തന്റെ പടയാളിമാരും കാമധേനുവിനെ തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ ഈ പരശുരാമൻ ശിവനെ തപസ് ചെയ്യാൻ പോയതായിരുന്നു. ശിവനെ തപസ് ചെയ്ത് ഒരു വേറെ ശക്തിയുള്ള പരശു കിട്ടി. പിന്നെ വീട്ടിലേക്ക് വന്നപ്പോൾ പരശുരാമൻ ഇതൊക്കെ അറിഞ്ഞു. പിന്നെ ദേഷ്യത്തോടെ പറഞ്ഞു, ഞാനിപ്പം ആ കാർത്തിവീര്യനെ കൊന്ന് തിരിച്ച് കാമധേനുവിനെ എടുക്കും." ഇങ്ങനെ പറഞ്ഞ് പരശുരാമൻ കാർത്തിവീര്യന്റെ കൊട്ടാരത്തിൽ പോയി കാർത്തിവീര്യനെ കൊന്ന് തിരിച്ച് കാമധേനുവിനെ എടുത്തു. ജമദഗ്നിയെ കൊന്നു. പരശുരാമൻ വന്നപ്പോൾ ഇത് പറഞ്ഞപ്പോൾ പരശുരാമൻ വീണ്ടും ദേഷ്യത്തോടെ പറഞ്ഞു, ഞാൻ ഇനി ഈ മുഴുവൻ ക്ഷത്രിയന്മാരെ കൊല്ലും എന്ന് പറഞ്ഞ് പരശുരാമൻ ഈ ഭൂമി 21 ചുറ്റിക്കറങ്ങി എല്ലാ അഹങ്കാരമുള്ള രാജാവിനെ കൊന്നു. പിന്നെ അവസാനം തന്റെ ദിവ്യശക്തിയെല്ലാം ശ്രീരാമനെടുത്ത് മഹേന്ദ്രമലയിൽ തപസ് ചെയ്യാൻ തുടങ്ങി. ഈ കഥയുടെ ഗുണപാഠം എന്ന് വെച്ചാൽ അത് വല്ലവരും നമ്മൾക്ക് ആവശ്യമില്ല എന്തെങ്കിലും തന്നാലും അല്ലെങ്കിൽ സഹായിച്ചാലും ഞങ്ങൾ ചതിച്ചുകൂടാ. ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത്ര നന്നായി പ്രസംഗം പറഞ്ഞ അശ്വന്തിന് നന്ദി. അടുത്തതായി ഇവിടെ പ്രസംഗം പോകുന്നത് ശ്രീഹരിനെ ഞാൻ ഇവരിലോട്ട് ക്ഷണിക്കുന്നു. വന്ദനം. എൻ്റെ പേര് ശ്രീഹരി. ഞാൻ 5ാം ക്ലാസ് വിദ്യാർത്ഥി. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് കാക്കയും കുടവും. ഞാൻ ഒട്ടും വൈകാതെ തന്നെ കഥയിലേക്ക് കടക്കാം. നട്ടുച്ച നേരം നല്ല വെയിലാണ്, അതും വേനൽക്കാലം ആകുമ്പോൾ നല്ല ചൂടൊക്കെ ഉണ്ടാവൂലേ. അതുപോലെ കാക്കയ്ക്കൊക്കെ നല്ല ദാഹക്കായി. കാക്ക കുറച്ചു നേരം പറഞ്ഞു ദാഹം അടക്കി പിടിക്കുന്നവരെ ഒരു വീട്ടുമുറ്റത്ത് ഒരു വലിയ മൺകുടം കണ്ടു. അപ്പൊ അതിനുള്ളിൽ വെള്ളം ഉണ്ടായിരുന്നു. പകുതി കാക്കയ്ക്ക് അറിയില്ലായിരുന്നു അതിൽ വെള്ളം ഉണ്ടെന്ന്. അതിന്മേൽ ഇരുന്ന് വെള്ളം നോക്കി. അപ്പൊ അതിൽ പകുതിയും വെള്ളം ഉണ്ടായിരുന്നു. എന്നിട്ട് കാക്കയുടെ തല ജരിച്ച് നോക്കി അതിൽ വെള്ളം കുടിക്കാൻ നോക്കി. പക്ഷെ കാക്കയുടെ കൊക്കെന്ന് പറഞ്ഞ ചെറുതായിരുന്നു. കാക്ക പക്ഷെ നിരാശനായില്ല. കാക്ക കുറച്ചു നേരം നിരീക്ഷിച്ചു, ആലോചിച്ചു. കാക്കയ്ക്കൊരു സൂത്രം തോന്നി, ഇതിനുള്ളിൽ ഒരു കല്ലിട്ട വെള്ളം കൂടുമെന്ന്. അങ്ങനെ ഒരു കല്ലിട്ടു. കുളത്തിനടുത്താണെങ്കിൽ കുറെ കല്ലുകളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഒരു കല്ലിട്ടു. അപ്പോൾ കുറച്ച് വെള്ളം കൂടി. അപ്പോൾ
കാക്ക കുറെ കല്ല് അങ്ങനെ ഉത്സാഹത്തോടെ ഇട്ട് തുടങ്ങി. അവസാനത്തെ കല്ലും കൂടി ഉണ്ടായിരുന്നുള്ള അടുത്തുണ്ടായിരുന്നു. അതും കൂടി ഇട്ടു. പക്ഷെ കുടൊന്നും അറിഞ്ഞില്ല. ഒരു വലിയ കല്ലുമാണെന്ന് വിചാരിച്ച് ദൂരത്തേക്ക് പോയപ്പോ ഒരു വലിയ കല്ലിനെ കിട്ടി. കൊക്കിലടങ്ങുന്ന ഒരു കല്ലാണ് കിട്ടിയത്. അങ്ങനെ കാക്ക ഒരു കുറെ നേരം പറന്നു. ആ കല്ല് കുത്തിപ്പിടിച്ച് പിന്നെ ക്ഷീണമായി നല്ലോണം. വീടിൻ്റെ അടുത്തെത്തി. വീട്ടുമുറ്റത്തന്നെ അടുത്ത് അവിടെ ഇരുന്നു. എന്നിട്ട് കുറച്ചു നേരം അവിടെ പിന്നെ വിശ്രമിച്ചു. എന്നിട്ട് പിന്നെയും അതെടുത്ത് പറഞ്ഞ് അതിൻ്റെ ഉള്ളിലിട്ടു. കാക്കയ്ക്ക് വെള്ളം കിട്ടി. അതും തൻ്റെ ദാഹം തീരുന്നവരെ ആ വെള്ളം കുടിച്ചു. കാക്ക കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഇങ്ങനെ വെള്ളമൊക്കെ കിട്ടിയത്. ഞാൻ ഉദാഹരണമായി പറയാൻ പോണത് സച്ചിൻ ടെണ്ടുൽക്കർ. അദ്ദേഹത്തിന് നിങ്ങൾക്കറിയില്ലേ? അദ്ദേഹം കഠിനാധ്വാനം ചെയ്തിട്ടല്ലേ ഇത്രയും വലിയ നിലയിലെത്തിയ. ഏത് കളിയിലാണെന്നറിയോ? ചെറിയ നാൾ മുതൽ തന്നെ അദ്ദേഹത്തിന് നല്ല ഉത്സാഹം അതിൽ കളിക്കാനായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഇത്രയും വലിയ നിലയിലെത്തിയത്. ഈ കഥയുടെ ഗുണപാഠം എന്ന് വെച്ചാൽ കഠിനാധ്വാനം ചെയ്താൽ വിജയം ഉറപ്പാണ്. നന്ദി, നമസ്കാരം. ശ്രീഹരിന് നന്ദി. ഇതോടെ ഇവിടുത്തെ എല്ലാ പ്രസംഗങ്ങൾ അവസാനിച്ചിരിക്കുന്നു. ഇനി നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുന്ന ഫലപ്രഖ്യാപനത്തിനാണ്. അതിനാൽ ഫലപ്രഖ്യാപനായി രാംദാസ് മാഷിനോട് അഭ്യർത്ഥിക്കുന്നു. ഇത്ര നന്നായി ഫലപ്രഖ്യാപനം നടത്തിയ രാംദാസ് മാഷിന് നന്ദി. ഇനി ഇവിടുത്തെ എല്ലാ പ്രസംഗങ്ങൾ അവസാനിച്ചിരിക്കുന്നു. പരിപാടികളെല്ലാം അവസാനിച്ചിരിക്കുന്നു. ഇനി നമുക്ക് ശാന്തി പറഞ്ഞുകൊണ്ട് ഈ സഭ അവസാനിപ്പിക്കാം. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ശ്രീരാമകൃഷ്ണാർപ്പണമസ്തു.